എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹാവന്ദനങ്ങൾ. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, അടൂരിനടുത്ത് ഏതോ വീട്ടിൽ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ ഒരു ഉപദേശിയെ കുറിച്ചാണ്. അയാളെ വൈദികൻ എന്ന് പറഞ്ഞാണ് പത്രത്തിൽ വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ പാസ്റ്റർ എന്ന നിലയിലും വിശദീകരണങ്ങൾ കേൾക്കുന്നുണ്ട്. അയാളെ കുറിച്ച് ഞാൻ പലയിടങ്ങളിലും തിരക്കി. അയാൾ അനേകം വീടുകളിൽ കയറി ഇറങ്ങി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി വാർത്തകൾ കേൾക്കുന്നുണ്ട്. സ്റ്റേഷനിൽ അയാളെ പിടിച്ചുകൊണ്ടുപോയതിന് ശേഷമുള്ള അയാളുടെ പെർഫോമൻസിന്റെ വീഡിയോയും ഒരെണ്ണം നമുക്ക് ലഭ്യമാണ്. ഞാൻ അവകളൊന്നും തൽക്കാലം വിടാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അവകളൊക്കെ നമ്മൾ കണ്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത അയാളെ പോലീസുകാർ പിടിച്ചിരുത്തി ഇയാളുടെ മോട്ടിവേഷൻ എന്താണ്, ഇയാൾ എന്താണ് ആൾക്കാരെ വീട്ടിൽ പോയി പറയുന്നത്, അതുപോലും കൂടെ കാണിക്കാൻ പറഞ്ഞപ്പോൾ അയാള് പ്രാർത്ഥിക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ എന്നൊക്കെ പറയുകയും അന്യഭാഷ പോലെ തോന്നിക്കുന്ന ചില ശബ്ദ കോലാഹലങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ അയാള് വേലകൾ കാണിക്കുകയും വീടുകളിൽ ചെന്ന് കാശ് കവരുകയും ചെയ്യുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു എന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആദ്യം അയാളുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ അതിന്റെ താഴെയുള്ള കമന്റ് ശ്രദ്ധിച്ചു. അതിലാരോ പറഞ്ഞിരിക്കുന്നത് കേട്ടു, ഇത് വെറും നെത്തോലിയാണ് എന്ന് പറഞ്ഞാൽ വലിയ സ്രാവുകൾ ഈ മേഖലയിൽ തിളങ്ങുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇത് വെറും നെത്തോലിയാണ് എന്ന് പറയുമ്പോൾ ഒരു വ്യാജനെ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടാവണം. അതിനുള്ളൊരു കൃപാവരത്തെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത് വിവേചന വരം എന്ന്. വരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഏക ആത്മാവിലാണ്. ഈ വരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ബൈബിൾ ബേസ്ഡ് ആണ്. നിങ്ങൾ ഈ വചനം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏതു വരം പ്രവർത്തിക്കണമെങ്കിലും അതിനൊരു വചന അടിസ്ഥാനം വേണം. ഏതു വെളിപ്പാട് പ്രവർത്തിക്കണമെങ്കിലും അതിനൊരു വചനത്തിന്റെ അടിത്തറ വേണം. ഈ വചനത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ദൈവത്തിന്റെ നേരിട്ടുള്ള വെളിപ്പാടുകളിൽ നിന്ന് അപ്പുറമായി, അല്ലെങ്കിൽ ആ സർക്കിളിനപ്പുറത്ത് പോയി കർത്താവ് ഒരിക്കലും പ്രവർത്തിക്കാറില്ല. ആ വസ്തുത നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം വ്യാജന്മാരെ തിരിച്ചറിയാൻ ഇറങ്ങേണ്ടത്. അപ്പോൾ ഇയാള് വ്യാജനാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം വ്യാജനാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇയാൾ ഒരു അപകടകാരിയല്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വന്തം കാര്യം നടത്താൻ വേണ്ടി അയാൾ കാണിക്കുന്ന കുറച്ച് ജിമിക്സ് മാത്രമേ ഉള്ളൂ. അയാള് ആ ജിമിക്സ് നടത്തുമ്പോൾ അയാൾക്ക് ഉദ്ദേശിച്ച സമ്പത്ത് കിട്ടിയില്ലെങ്കിൽ അയാള് മാല പറിച്ചെടുത്തു. അപ്പോൾ ഇവിടെ അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടാണ് ഇയാൾ പോലീസിനാൽ പിടിക്കപ്പെട്ടത്. അപ്പോൾ വാർത്ത വായിക്കുമ്പോൾ അതിനകത്ത് ഇയാള് നേരത്തെ ഒരിക്കൽ അപകടത്തിൽപ്പെട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടുത്തെ നഴ്സിനെ വരെ ഇയാൾ പേടിപ്പിച്ച് ഏതാണ്ടൊക്കെ പറിച്ചെടുത്തു എന്ന് പറയുന്നത് കേട്ടു. ഇയാളൊരു മാനസിക രോഗിയാണോ എന്ന് കേട്ടാൽ അതെ. അപ്പോൾ തന്നെ അയാളുടെ ബാക്കി പശ്ചാത്തലം കൂടി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ അയാളുടെ കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഞാൻ നമ്മുടെ ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിലെ കാര്യം മാത്രമാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വിലസുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും ആത്മീകരുടെ ഇടയിൽ വില പോവില്ല. ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതം ആവശ്യപ്പെട്ട് നടക്കുന്ന ജനതയുടെ നടുവിലാണ് വില പോകുന്നത്. കാരണം ഇന്ന് ജനത്തിന് അത്ഭുതം മതി. ജനത്തിന് കണ്ണടച്ച് തുറക്കുമ്പോൾ വിടുതൽ നടക്കണം. മാനസാന്തരം എന്നത് ഇപ്പോൾ ആൾക്കാർക്ക് ആവശ്യമേ ഇല്ല. വിശുദ്ധ ജീവിതം എന്നത് ആവശ്യമേ ഇല്ല. തിരുവചന പഠനമോ പഠനത്തിന്റെ അടിസ്ഥാനമോ ആവശ്യമേ ഇല്ല. ജനം വെറുതെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റിയും പറിച്ച് നടക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജന്മാർ വിജയിക്കുന്നത്. ഇപ്പൊ ഇയാളെ നിങ്ങൾ നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞു വചനമാണ് നമ്മൾ നോക്കേണ്ടത്. വചനാധിഷ്ഠിതമാണോ ഇയാളുടെ ശുശ്രൂഷ പോകുന്നത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കിയൊക്കെ രണ്ടാം കിടയാണ്. ഇവിടെ വചനവുമായി ഇയാളുടെ ശുശ്രൂഷയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇയാൾ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുന്നു, ഒരു ചെറിയ കലാപരിപാടി നടത്തുന്നു, കിട്ടുന്ന പൈസ മേടിച്ചുകൊണ്ട് അയാൾ പോകുന്നു. ഇനി ഇയാളിൽ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായി സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ തട്ടിപ്പുകാരൻ, അവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നടത്തുന്ന പോലെ വീടുകളിൽ ചെല്ലാനോ
അവിടെ ചെന്ന് റിസ്ക് എടുത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനോ അവരുടെ മാല പറിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ അവര് തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ ഇരുന്നാൽ മതി. ആൾക്കാർ അവിടെ ചെന്ന് മാലയും അരഞ്ഞാണവും കൊലുസും എല്ലാം അഴിച്ച് അവരുടെ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കും. അത്തരത്തിൽ കഴിവ് പഠിച്ച കള്ളന്മാർ നമ്മുടെ നാട്ടിൽ വിരാജിക്കുന്നുണ്ട്. അവർ ടെലിവിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞും അവർക്ക് അതിതുമൊക്കെ അവർ പറഞ്ഞ് അവർ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൃത്യമായി വാങ്ങും. പക്ഷേ ഈ ജനവും അവർ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എല്ലാം വചനാധിഷ്ഠിതമാണെങ്കിൽ ഒരു പറ്റിക്കലും നടക്കത്തില്ല. വചനാധിഷ്ഠിതം നിൽക്കുന്ന ഉപദേശിയാണെങ്കിൽ അയാൾ പറ്റിക്കാനും പോവില്ല. വചനാധിഷ്ഠിതമായി വിശ്വാസി ജീവിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അയാൾ പറ്റിക്കപ്പെടുകയുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നെന്ന് പ്രതീക്ഷിക്കുക. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. കണ്ടോ, വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും. They are deceiving others at the same time they are deceiving themselves, knowingly or unknowingly, I don't know. അപ്പോൾ ഇത് ഇവർ ചെയ്യണമെങ്കിൽ, വഞ്ചിക്കാനും വഞ്ചിക്കപ്പെടാനും ഇവർക്ക് കഴിയുകയോ നിന്നുകൊടുക്കുകയോ ചെയ്യണമെങ്കിൽ വചനം പാടില്ല. ഇപ്പൊ വചനം എവിടുണ്ടോ അവിടെ ഇമ്മാതിരി ഒരു പരിപാടികളും നടക്കില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ജനത്തിന് വചനത്തോടല്ല താല്പര്യം, ഇപ്പൊ നടക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളോടാണ് താല്പര്യം. വചനാധിഷ്ഠിതമായ ജീവിതത്തിനു മാത്രമേ നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇയാളുടെ തന്ത്രങ്ങൾ നമ്മളൊന്ന് പഠിക്കണം. ഇയാളെ കുറിച്ച് പത്രത്തിൽ വന്ന വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വൈദികൻ എന്ന പേരിൽ വീട്ടിലെത്തി മാല പൊട്ടിച്ചയാൾ പിടിയിൽ. വൈദികനാണെന്നും പള്ളിയിൽ നിന്ന് ലോൺ അനുവദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ കയറി പ്രാർത്ഥിച്ച ശേഷം വയോധികയുടെ മാലയും പൊട്ടിച്ച് കടന്നു കളഞ്ഞയാൾ പിടിയിൽ. കേട്ടോ, അപ്പൊ ഇയാൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാണ്? ഒരു ഭൗതിക കാര്യം ഓഫർ ചെയ്യുകയാണ്. കേട്ടോ, ഇതാണ് എപ്പോഴും ചെകുത്താന്റെ ആൾക്കാരുടെ ഒരു പ്രത്യേകത. നമ്മളത് എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം. തിരുവചനാടിസ്ഥാനമല്ലാതെ അല്ലെങ്കിൽ മനുഷ്യനെ തെറ്റിക്കാൻ വരുന്ന ചെകുത്താന്റെ രീതി അതാണ്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യന്റെ അടുക്കലേക്ക് ചെകുത്താൻ സർപ്പത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു വന്നിട്ട് ആദ്യം ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. കണ്ടോ, അപ്പൊ അവർക്ക് കുറച്ച് ഭൗതികമായ നന്മകളാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്ക വരുന്ന ചെകുത്താൻ യേശുവിനോട് പറയുകയാണ്, ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കാം. രണ്ടാമത് പറയുക, മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. മൂന്നാമത് പറയുക, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ കാണുന്ന മുഴുവൻ നിനക്ക് തന്നേക്കാം. കണ്ടോ, അപ്പോൾ ശരിക്കും ഈ കാണുന്ന മുഴുവൻ കിട്ടുക. ഇവിടെ ഇപ്പോ ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് ലോൺ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മച്ചി വീട്ടിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ലോണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നന്മ ലഭ്യമാകാനുള്ള ഒരു സ്കോപ്പ് കാണുമ്പോഴേ വചനമൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ അതിന്റെ മുൻപിൽ വിധേയപ്പെടുന്നതാണ് ഒന്നാമത്തെ പരാജയം എന്ന് പറയുന്നത്. അടുത്ത അയാളുടെ വിശദീകരണം, തിരുവനന്തപുരം കാഞ്ഞിരംകുളം കണ്ണൻ കോട്ടേജിൽ ഷിബു എസ് നായരെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവൾ ഇതുപോലെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവരുടെ ജാതിപ്പേരുകളൊക്കെ കൂടെ സൂക്ഷിച്ച് നടക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അതൊക്കെ ഒരു പ്രത്യേക മൈലേജിന് വേണ്ടി അവർ കാണിക്കുന്ന ജിമിക്സുകളാണ്. വിവിധ ജില്ലകളിലായി 36 കേസിൽ പ്രതിയാണ്. കണ്ടോ, അപ്പോൾ അയാള് ക്രിമിനൽ തന്നെയാണ്. പിടികൂടി സ്റ്റേഷനിലെ ലോക്കപ്പിൽ എത്തിച്ച ഉടൻ വിസർജനം നടത്തിയ ഇയാൾ പോലീസിന് നേരെ മലം വാരി എറിയുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചു. അപ്പോൾ ഈ പൈശാചിക ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രകൃതം, ആദ്യം അവരെ എതിർക്കുന്നവരെ മാറ്റിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് അതിന്റെ വളരെ കൃത്യമായ പ്രകൃതം. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ ലോക്കപ്പിലാക്കിയപ്പോൾ അയാൾ വിസർജിച്ചിട്ട് വിസർജ്യം വരി പോലീസുകാരെ എറിയാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് അറിയത്തില്ലത്. അതുകൊണ്ട് കൂടുതൽ ഇടിയിട്ടതേ ഉള്ളൂ എന്ന വസ്തുത അയാൾക്ക് അറിയത്തില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചുള്ള മറ്റുള്ളവരെ നാറ്റിക്കുക. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു കാര്യത്തെ വിശദീകരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, TPM കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക.
ആ പഠനം ഇങ്ങനെ മുന്നേറി പോകുമ്പോൾ ഇവരെല്ലാവരും ശ്രമിക്കുന്നത് എന്നെ ചെളിവാരി എറിയാനാണ്. ചെളിയല്ല, വിസർജ്യം വാരി എറിയാനാണ് ഇവർ ശ്രമിക്കുന്നത്. കയ്യിൽ വിസർജ്യം കിട്ടാത്തതുകൊണ്ട് ഇവര് I2I ചാനലിലൊക്കെ പോയി അവിടെ നിന്ന് പഴയ വിസർജ്യങ്ങൾ വാരിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ഇട്ടിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ ഒരെണ്ണം ഞാൻ അവരിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും കാശ് തട്ടിച്ചു എന്നോ, ഇനി ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അടി ഉണ്ടാവുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്ത് അടി ഉണ്ടായതായിട്ടോ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ചുമതല ഇവിടെ അവസാനിപ്പിക്കും. എന്റെ സുവിശേഷ വേല ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും വ്യാജം പലരും പറഞ്ഞു പരത്തുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്റെ ഡാഡിയും മമ്മിയും അന്നേ മരിച്ചുപോയി എന്നും പിന്നെന്തൊക്കെയോ കുറെ വ്യാജ പ്രചരണങ്ങൾ അയാൾ നടത്തിയിരുന്നു. അതിനെതിരെ കേസിനും ഞാൻ പോകത്തില്ല. ഇതൊന്നും എന്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വ്യാജ പ്രചരണങ്ങൾ എന്തെങ്കിലും നടത്തുന്നതിൽ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് DPMകാരുടെ ആൾക്കാർ ചെയ്യുന്ന പ്രധാന കലാപരിപാടി എവിടെങ്കിലും കണ്ട മാലിന്യം കൊണ്ട് എന്റെ കമന്റ് ബോക്സിലേക്ക് തള്ളാൻ ശ്രമിക്കുക. ഇതൊന്നും കൊണ്ട് ഞാൻ പിന്മാറിപ്പോകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത് നടക്കുന്ന കഥയല്ലത്. അപ്പോൾ അത് ഈ നായർ ചെയ്ത അതേ പരിപാടി തന്നെയാണ് DPMകാരും ചെയ്യുന്നത്. ഇതെല്ലാം ഈ വ്യാജന്മാരുടെ അറ്റാക്കിന്റെ രീതിയാണ്. ഇവർ നേരെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത് അതിന് കൃത്യമായ മറുപടിയാണ് തരേണ്ടത്. അല്ലാതെ മലമ്മാരി അറിയാൻ ശ്രമിക്കുകയല്ല. അതുകൊണ്ടൊന്നും പിന്നോക്കം പോകുന്നയാളല്ല ഞാൻ. അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യത്തുള്ളൂ. ഞാൻ ഇതിൽ നിന്ന് പിന്നോക്കം പോവില്ല. അതിന്റെ പുസ്തകങ്ങൾ വച്ചപ്പോൾ വായനയിലും പഠനത്തിലുമാണ്. കൃത്യമായൊരു കൾട്ടാണ് TPM എന്നുള്ള വ്യക്തമായ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ട് മാത്രമേ എനിക്കത് പുറത്ത് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതുമല്ല, ഇപ്പൊ പല അപ്പച്ചന്മാരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും. അതിന്റെ മറുപടികളും ഞാൻ പറയും. അല്ല, അവര് പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാനും ആ കാര്യത്തിൽ തയ്യാറാണ്. അതിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് വചനാടിസ്ഥാനമാണ്. വചനപ്രകാരം പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഞാനതിൽ ഉറച്ചു നിൽക്കും. അല്ല, എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞ അപ്പച്ചന്മാര് പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. ഏതായാലും രണ്ടും യൂട്യൂബിൽ താമസിയാതെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോ ഇനി അവർ കാല് മാറിക്കളയുമോ എന്ന് എനിക്കറിയില്ല. ഇവരുടെ ആദ്യത്തെ തന്ത്രം മലമ്പാരി എറിയുക എന്നുള്ളതാണ്. അടുത്തവര് തെറിയും വിളിക്കും. ഇതൊന്നും നമ്മളെ ബന്ധപ്പെട്ട കാര്യമല്ല. നിങ്ങൾക്ക് ഇയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇയാൾ അതിനകത്ത് ചീത്ത വിളിക്കുക. രണ്ടാമത് ഇയാൾ പറയുന്ന കാര്യം ഞാൻ പോലീസ് സ്റ്റേഷൻ തീയിട്ട് കളയുന്നു പറയുകയാണ്. അയാളെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് എനിക്കിവിടെ അടൂർ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ആ സ്റ്റേഷൻ തീടുമെന്ന് അയാൾ പറയുകയാണ്. അപ്പൊ ഇതാണ് പിശാചിന്റെ രണ്ടാമത്തെ തന്ത്രം. എന്നെ ഒരുപാട് പേര് വരട്ടി, നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. കുറെയൊക്കെ കമന്റ് ബോക്സിൽ കിടപ്പുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം തീ കത്തിക്കും, തലവെട്ടിക്കളയും, അങ്ങനെ തകർത്ത് കളയും, ഇങ്ങനെ തകർത്ത്. ഇതൊക്കെ ഇവരുടെ ഭീഷണിയാണ്. ഇത് തന്നെയാണ് ഈ ഷിബു എസ് നായരും ആ സ്റ്റേഷനിൽ നടത്തിയ കലാപരിപാടി. ഇത് തന്നെയാണ് ദുരുപദേശകരുടെ എല്ലാവരുടെയും കലാപരിപാടി. ഇപ്പോൾ ഒന്നാമത്തെ പരിപാടി മലമ്പാരി എറിയുക, ഒരു നാറ്റത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, എതിരാളിയെ തളയ്ക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പരിപാടി തീ കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇതും ചെലവാകാതെ വരുന്ന മൂന്നാം ഘട്ടം ആത്മഹത്യാ ഭീഷണി മുഴക്കും. അതാണ് ഷിബു തലച്ചൊമരിൽ അടിച്ച് പോലീസുകാരുടെ മുമ്പിൽ വേല കാണിക്കാൻ ശ്രമിച്ചു. അവസാനം അവരകത്തോട്ട് കൊണ്ടുപോയി തിരിച്ചു പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹെൽമറ്റ് വെച്ച് കൊണ്ടുവരികയാണ്. ഇതിനിടയ്ക്ക് നല്ല വൃത്തിക്ക് പോലീസുകാര് പൂശിയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു ഹെൽമറ്റും വെച്ച് അയാളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ അയാൾ പറയുന്നത് നമുക്ക് പുറത്ത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കെഴുത്ത് ഇത് തന്നെയാണ് ഇവരുടെ ഒക്കെ എതിർ ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ TPM എന്ന് പറയുന്നത് തരക്കേടില്ലാത്തൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. ഇതിന്റെ ആരംഭം ശ്രീമാൻ രാമൻകുട്ടിയാണെങ്കിലും ഇതിന്റെ വളർച്ചയുടെ അതികായൻ എന്ന് പറയുന്നത് പാസ്റ്റർ ആൽവിനാണ്.
ഇന്നിവർ കേൾക്കാൻ അറയ്ക്കുന്ന പേരാണത്. അയാള് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വൃത്തികേടുകളും ഇന്ന് ഈ മതത്തിനകത്തുണ്ട്. ഫെയ്ത്ത് ഹോം എന്നുള്ളത് രാമൻകുട്ടിയുടെ സംഭാവനയാണെങ്കിലും ആ ഫെയ്ത്ത് ഹോമിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള പരിപാടികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് പാസ്റ്റർ ആൽവിനാണ്. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കണം. ആദ്യം അവർക്കുണ്ടായിരുന്ന കുപ്പായം കോട്ടൺ സൂട്ടും തന്നെയാണ്. പാസ്റ്റർ ആൽവിന്റെ വരവോടുകൂടിയാണ് കാഷായ വസ്ത്രവും തലേക്കെട്ടും വന്നത്. കാരണം ഇയാള് ബുദ്ധമതത്തിൽ നിന്ന് വന്നതാണ്. പിന്നീട് ആൾക്കാരുടെ അടുക്കലേക്ക് ചെല്ലാൻ ഇതിനൊരു പ്രയാസം വരുന്നു എന്ന ഘട്ടം എത്തുമ്പോഴാണ് ഇവർ വെള്ളക്കുപ്പായത്തിലോട്ട് മാറിയത്. ഈ വസ്ത്രം യൂണിവേഴ്സൽ അല്ല. അമേരിക്കയിലും UK ഒക്കെ ഡ്രസ് കോഡ് വേറെയാ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. പാസ്റ്റർ ആൽവിൻ വന്നിട്ട് വിശുദ്ധിയുടെ ഒരുപാട് മാനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഒടുവിൽ പാസ്റ്റർ ആൽവിൻ വസ്ത്രമില്ലാതെ ജീവിച്ചാലും കുഴപ്പമില്ലെന്ന നിലയിലേക്ക്, എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്ത്രത്തിന്റെ ആവശ്യമില്ലെന്ന്, ഏതനിൽ അമ്മാതിരി ആയിരുന്നു എന്ന്, അങ്ങനെ ജീവിച്ചാൽ പോലും തനിക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാവില്ലെന്നും തെളിയിക്കാൻ ശ്രമം നടത്തുകയും ഒടുവിൽ അയാൾ ലൈംഗികമായി വീഴുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് അയാളെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇവരുടെ ഒരു പാട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചീഫ് പാസ്റ്റേഴ്സ്മാരുടെയും ലിസ്റ്റ് എഴുതിക്കൊണ്ട്, പടം കാണിച്ചുകൊണ്ട്, ഞങ്ങൾ പോളിനെ കാണും, അവിടെ ചെല്ലുമ്പം കാണും, അടുത്ത് ഫ്രെഡിയെ കാണും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പോളിനും ഫ്രെഡിക്കും ഇടയിൽ വരുന്നതാണ് ഈ പറഞ്ഞ പാസ്റ്റർ ആൽവിൻ. പാസ്റ്റർ ആൽവിനെ കാണുമെന്ന് അവർ പറയുന്നില്ല. 44-ലോ 5-ലോ ആണ് പാസ്റ്റർ രാമൻകുട്ടി അല്ലെങ്കിൽ പോൾ മരിക്കുന്നത്. അതിനുശേഷം ഫ്രെഡി ചാർജ് എടുക്കുന്നത് 60-കളിലാണ്. ഇതിനിടയിലുള്ള മുഴുവൻ വർഷം TPMന്റെ ചീഫ് പാസ്റ്റർ ആയിരുന്നത് പാസ്റ്റർ ആൽവിനാണ്. ഈ പാസ്റ്റർ ആൽവിനാണ് വചനത്തിൽ ഇല്ലാത്ത സംവിധാനങ്ങൾ ഈ സംഘടനയ്ക്കകത്ത് കൊണ്ടുവന്നത്. ദൗർഭാഗ്യവശാൽ ഏറ്റവും ഒടുവിലത്തെ വസ്ത്രം അഴിച്ചു വെച്ചുള്ള പ്രകടനം ഒഴികെ ബാക്കിയെല്ലാം ഇവർ സ്വീകരിച്ചിരിക്കുന്നു. വസ്ത്രം അഴിച്ചു വെച്ചുള്ളത് കൂടി സ്വീകരിക്കാത്തത് ഭാഗ്യമായി എന്ന് വേണം കരുതാൻ. ബാക്കി എല്ലാ കാണിച്ചതിനും ഇവർ ബൈബിളിൽ ഓരോ കോണ്ടെക്സ്റ്റുമായി ബന്ധമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി ഇവരുടേതാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഗുണം എന്താണ്? അവർ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അവരാണ് അപ്പോസ്തലർ എന്ന് ജനത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അവരാണ് ഷണ്ണന്മാരല്ലാതിരിക്കെ അവരാണ് ഷണ്ണന്മാരെന്ന് ജനത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ അവർ മുണ്ടു കൊടുത്ത് വീട്ടിൽ ഇരുന്നാൽ മതി. വിശ്വാസി പൈസ വാരിക്കെട്ടി അവരുടെ കാൽക്കൽ കൊണ്ടുവെക്കും. വിശ്വാസികൾ കപ്പയും പോത്തും വീട്ടിലുള്ള സകല സ്ഥാവര ജംഗമ വസ്തുക്കളും അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തൊഴുതോണ്ട് നിൽക്കും. പക്ഷെ ഷിബുവിന് അത് പറ്റില്ല. ഷിബുവിന് വീട്ടിൽ പോയി പിടിച്ചു പറിക്കണം. ഇവിടെ രാമൻകുട്ടി മഠത്തിൽ ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് വെച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നു എന്ന് പ്രത്യാശിക്കുകയാണ്. ഇനി തങ്കുവായാലും മങ്കുവായാലും ഈ ടീമുകളെല്ലാം പൈസ മോഷ്ടിക്കുന്നത് ഈ ഒരു രീതി തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 8 കോടിയുടെ ചർച്ച് ഉണ്ടാക്കുവാൻ വേണ്ടി പൈസ പിരിച്ച പിരിവ്. ഇതിന്റെ എല്ലാത്തിന്റെയും പിറകിൽ വളരെ ഈസിയാണ്. ഷിബു ചെയ്യുന്നതിന്റെ ഷിബു അങ്ങോട്ട് കയറി പിടിച്ചു പറിക്കുന്നു. മറ്റത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ജനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാൽക്കൽ വെച്ചു കൊടുക്കും. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ആഫ്രിക്കക്കാരൻ വന്ന് ടിജോ തോമസിന്റെ ചർച്ചിൽ ഒരു പ്രകടനം നടത്തി. എന്റെ വീഡിയോസ് ഒക്കെ ലഭ്യമാണ്. ടിജോ കാല് നീട്ടിയിരിക്കുന്നു. അവന്റെ മേലുള്ള അഭിഷേകം ആർക്കെങ്കിലും വേണമെങ്കിൽ പൈസ കൊണ്ട് കാൽക്കൽ വെച്ച് മേടിച്ചോളാൻ പറഞ്ഞു. ആൾക്കാർ പറവറേന്ന് ചെന്ന് അയാളുടെ കാൽക്കൽ പൈസ വെച്ചിട്ട് അയാളുടെ അഭിഷേകം പ്രാപിക്കാൻ നടക്കുന്നത് കണ്ടു. വാസ്തവത്തിൽ ഞാനിത് കണ്ട് കരഞ്ഞുപോയി. കേരളത്തിന്റെ ഹൃദയഭാഗമായ അടൂരിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോഴും ഈ മാലമോഷണം നടന്നിരിക്കുന്നത് അടൂരിലാണ്. അപ്പോൾ അടൂരിൽ ഇത്ര അധികം മണ്ടന്മാരുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അടൂരിൽ നിന്നല്ല, ലോകത്തിലെ എമ്പാടും ഇമാതിരിയുള്ള ആൾക്കാരുണ്ട്. കാരണം ആൾക്കാർക്ക് ആവശ്യം ഏതുകൊണ്ടോ സൂപ്പർ നേച്ചുറൽ കാര്യങ്ങളാണ്.
അവകൾക്ക് വചനാടിസ്ഥാനമുണ്ടോ എന്ന് ആൾക്കാർക്ക് നോട്ടമില്ല. ആൾക്കാർ ഇങ്ങനെ കുറ്റം പറിച്ച് നടക്കുകയാണ്. മാന്യ സുഹൃത്തുക്കളെ, നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. പത്രോസ് ലേഖനം എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. കണ്ടോ, തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. ഇത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷിബു അവിടെ ചെന്ന് പിടിച്ചു പറിച്ചത് നമ്മളൊരു കുറ്റമായി കാണുമ്പോൾ, ആൾക്കാർ, നമ്മളടക്കമുള്ള ആൾക്കാർ കൊണ്ട് കാൽക്കൽ വെച്ചു കൊടുക്കുന്ന നിലയിലേക്ക് നമ്മൾ പിടിച്ചു പറിക്കപ്പെട്ടത് നമ്മൾ അറിഞ്ഞില്ല. ഇത് നമ്മൾ അറിയണം. നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും, അവർ നാശകരമായ, കണ്ടോ, നാശകരമായ ഡെഡ്ലി മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും എന്നാ പറയുന്നേ. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. കണ്ടോ, അപ്പൊ സത്യമാർഗം ദുഷിക്കപ്പെടുകയാണ്. രാമൻകുട്ടിക്ക് ലഭ്യമായത് കുറച്ച് വെളിപ്പാടുകളാണ്. അയാൾ ഹിന്ദു മതത്തിൽ രക്ഷിക്കപ്പെട്ടു വരുന്നു, CMS വർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് അയാൾക്ക് പുറത്തേക്ക് പോകണമെന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടാകുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് പോകുന്നു. അടുത്ത് പാസ്റ്റർ ആൽവിൻ കൂടെ കൂടുന്നു. സംഭവത്തിന്റെ റേഞ്ച് മാറുന്നു, സ്വഭാവം മാറുന്നു, വചനത്തിൽ നിന്നേ പുറത്തുപോയി. മനസ്സിലാകുന്നുണ്ടോ? ഒടുവിൽ അയാൾ വസ്ത്രം അഴിച്ചു വെക്കുന്ന രംഗം എത്തുമ്പോൾ ആരെങ്കിലും 5-6 പേര് അയാളെ തുണച്ചിരുന്നു എങ്കിൽ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന പോലെ കുംഭമേള സ്വാമിമാരെ പോലെ ഈ വിശുദ്ധന്മാരെ നമ്മൾ കാണേണ്ടി വന്നേനെ. അങ്ങനെ നടന്നാലും ഈ വിശ്വാസികൾ അത് അംഗീകരിക്കുമെന്നതിന് സംശയം വേണ്ട. കാരണം അത് വിശുദ്ധിയുടെ ഒരു ഭാഗമാണെന്നേ ഇവർ കരുതുകയുള്ളൂ. ഏതനിൽ അവർക്ക് വസ്ത്രമില്ലാതിരുന്നിട്ടും അവർക്ക് നാണം തോന്നിയില്ലെന്ന് പറഞ്ഞാൽ അത് ഈ വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കും എന്നതിന് സംശയം വേണ്ട. കാരണം ഈ ലോകത്തിന്റെ ദൈവം ഈ കുഞ്ഞാടുകളുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുകയാണ്. അതിനകത്ത് നടക്കുന്ന തിന്മകളെ ചോദ്യം ചെയ്യാൻ, വചനവിരുദ്ധമായ നിലപാടുകൾക്ക് എതിരെ നിൽപ്പാൻ ജനത്തിന് ത്രാണിയില്ലാതെ വണ്ണം ജനത്തെ പിശാച് വരിയുടച്ചു കളഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടതായി വരും. പുരുഷത്വം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ജീവിപ്പാനുള്ള ആർജവത്വം കാണിപ്പിൻ എന്നാണ് അതിന്റെ അർത്ഥം. ആരുടെയും മുൻപിൽ അടിമയായി നിൽക്കാതെ ക്രിസ്തുവിന്റെ മുൻപിൽ മാത്രം അടിമയായി നിൽക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ. ഇവിടെ പറഞ്ഞോ, അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ കച്ചവടമാക്കും. ഇവരിപ്പോൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് പതുക്കെ വീടിനകത്തിരിക്കുകയാണ്. വിശ്വാസി കൊണ്ട് കാശ് കൊടുത്ത് അവരെ പോറ്റുകയാണ്. എങ്ങനെയുണ്ട് കളി? ഇതാണ് വിശ്വാസ ജീവിതം. അവരുടേത് വിശ്വാസ ജീവിതവും വിശ്വാസിയുടേത് വിശ്വാസ ജീവിതമല്ല. എങ്ങനെ ഇരിക്കുന്നു കഥ? ഇത് ഷിബു കാണിച്ചതിനേക്കാൾ വലിയ തട്ടിപ്പാണ്. ഷിബു കാണിച്ചത് അവന്റെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇച്ചിരി പൈസായും അടിച്ചു മാറ്റി മാലയും പറിച്ചുകൊണ്ടുപോയി. അത് ആ വീട്ടുകാർക്ക് നഷ്ടം വന്നതേ ഉള്ളൂ. പക്ഷേ ഈ കാണിക്കുന്ന പരിപാടികൾ ഒരു സമൂഹത്തെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനാകുന്നതാണെന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് ഞങ്ങൾ വിശുദ്ധരാണെന്നും ഞങ്ങൾ പണിയെടുക്കുകയില്ല എന്നും ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നും ഒക്കെ പറഞ്ഞ് ജനത്തെ പറ്റിച്ച് അവരിങ്ങനെ വീടിനകത്തിരിക്കുന്നു. ഈ പാവപ്പെട്ട ആൾക്കാർ, വിശ്വാസികളെ ഞാൻ മൊണ്ണകൾ എന്ന പദം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ വിഷമം പറഞ്ഞു. ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല. പാവപ്പെട്ട ഇടങ്കൈ വലങ്കൈ അറിയാത്ത ജനം അവരുടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് തൊഴുതോണ്ട് നിൽക്കുകയാണ്. ഇത് തന്നെയല്ലേ സുഹൃത്തുക്കളെ പലയിടത്തും നടക്കുന്നത്?
ഈ പറ്റിപ്പ് തന്നെയല്ലേ പലയിടത്തും നടക്കുന്നത്? ഈ വെട്ടിപ്പ് തന്നെയല്ലേ പലയിടത്തും നടക്കുന്നത്? അവർ കർത്താവിന്റെ വേല ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ അതിന് നിങ്ങളുടെ ദശാംശം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇവരെന്തു വേലയാണ് ചെയ്യുന്നത്? നിങ്ങൾ പറയൂ, നിങ്ങളൊന്ന് പഠിക്കൂ. ഇപ്പൊ ഈ പറഞ്ഞ TPM-ലെ ശുശ്രൂഷകർ ഇപ്പൊ ചെയ്യുന്ന വേല ചെയ്യാൻ കല്യാണം കഴിക്കാതെ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഒരാവശ്യമില്ല. പിന്നെന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? ഇതെല്ലാം നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന, നിങ്ങളെ വാണിഭമാക്കുന്ന, നിങ്ങളെ വിറ്റ് തിന്നുന്ന പൈശാചിക പരിപാടികളാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇവർ പറയാണ് അപ്പോസ്തലനായ പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല. നല്ല കാര്യം. ആ പൗലോസ് കൂലിപ്പണി എടുത്താണ് ജീവിച്ചിരുന്നത്. അപ്പൊ പൗലോസിന്റെ മേലനങ്ങിയുള്ള പരിപാടി ഇവർക്ക് താല്പര്യമില്ല. പൗലോസിന്റെ വിവാഹം കഴിക്കാതിരുന്നുള്ള പരിപാടി ഇവർക്ക് ആവശ്യമാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ശ്ലീഹൻ പറയുന്നുണ്ട്, ശേഷം അപ്പോസ്തലന്മാരെ പോലെ എനിക്കും ഭാര്യയായ ഒരു സഹോദരിയോടൊത്ത് നടക്കാൻ പറ്റത്തില്ലയോ? അപ്പോ പൗലോസ് ഒഴികെ ശേഷമുള്ള അപ്പോസ്തലന്മാർക്ക്, പത്രോസ് അടക്കമുള്ളവർക്ക് ഭാര്യമാര് കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ ആ പദത്തിന്റെ അർത്ഥം? അപ്പോൾ അപ്പോസ്തലന്മാര് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊരു ന്യായമൊന്നും ബൈബിൾ പറയുന്നില്ല. അപ്പോസ്തലന്മാർക്ക് പണിയെടുക്കാൻ പാടില്ലെന്നും ബൈബിൾ പറയുന്നില്ല. പിന്നെ എന്തേ ഈ അപ്പോസ്തലന്മാര് മാത്രം പണിയെടുക്കത്തുമില്ല, കല്യാണം കഴിക്കത്തുമില്ല? എന്നിട്ട് പാവപ്പെട്ട വിശ്വാസികളെ കൊള്ളയടിച്ച് ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, പറ്റിച്ച് ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എതിരഭിപ്രായം നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. വചനാടിസ്ഥാനത്തിൽ പറയാനുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മലം കമന്റ് ബോക്സിൽ എറിഞ്ഞിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അടുത്ത് പറയാം, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. മാന്യ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കണ്ടത് ഷിബു എസ് നായരിന്റെ ഒരു കലാപരിപാടിയെ ആധാരമാക്കി അതിന്റെ പുറകിലുള്ള വമ്പൻ സ്രാവുകളെയാണ്. ഇവകളെ തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാ ദൈവജനത്തിനും ഉണ്ടാകണം. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കണം, ആത്മീക കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഇവകളൊന്നും ചെയ്യരുതെന്നല്ല പറയുന്നത്. പക്ഷേ അത് കൃത്യമായി മറ്റു മനുഷ്യർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പാകത്തിന് ഉപയോഗപ്പെടുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മറ്റുള്ള ജനത്തെ നിത്യതയിലേക്ക് നടത്തുവാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവഴിക്കപ്പെടുന്ന കാശ് ഉപയോഗിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ആത്മീകമായത് കൃത്യമായി ലഭിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളൊരു സോഴ്സിൽ കാശ് കൊടുക്കുന്നു, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, നിങ്ങൾ അവിടെ കാശ് കൊടുക്കുന്നുവെങ്കിൽ കൃത്യമായ ചികിത്സ കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കാശ് കൊടുക്കുന്നത്. നിങ്ങളൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോകുന്നു, നല്ല ആഹാരം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങൾ അവിടെ പോകുന്നത്. അതുപോലെ നിങ്ങൾ പോകുന്ന സഭയിൽ തിരുവചനാടിസ്ഥാനമുള്ള കൃത്യമായ ഉപദേശം, തിരുവചനാടിസ്ഥാനം നിത്യതയ്ക്കെത്താനുള്ള കൃത്യമായ സൗകര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ, വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്തത് തിരുവഴുത്താണ്, മറ്റ് സംഘടനാ സംവിധാനങ്ങളല്ല. കാര്യങ്ങൾ തിരിച്ചറിയുക, ഗുണകരമായ നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് നിത്യതയ്ക്കൊരുങ്ങുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.